ദൈവത്തിലേക്ക് അർപ്പിക്കപ്പെടുകയും ഒരു വസ്തു വഖഫ് ചെയ്യുന്നതോടുകൂടി ഒന്നാം താലയിലേക്ക് വസ്തു അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് മനുഷ്യന് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. പുലർത്തുന്നതിനോ അത് തൊടുന്നതിനോ തൻ്റേതാന്ന് പറയുന്നതോ സാധ്യമല്ല. അതിൻ്റെ മാനേജർ ആവും മാത്രമേ ഒരു പ്രൊഫഷനുള്ളൂ. എന്ന് പറഞ്ഞാൽ നോക്കി സംരക്ഷിക്കാൻ മാത്രമേ ഈ ഇത്തരത്തിൽ ചെയ്തൊരു വഖഫ് വസ്തുവിനെ ആർക്കും അധികാരമില്ല എന്ന് ഒറ്റവാക്കി പറയുന്നതോടുകൂടി അത് ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, മുത്തവല്ലിക്കായിക്കോട്ടെ, വഖഫ് ബോർഡിനായിക്കോട്ടെ, ആർക്കും ഇതിന് അധികാരമില്ല എന്ന് കൃത്യമായി നിയമമുള്ളതാണ്. ഈ നിയമം ഇന്ത്യയിൽ പുതിയതായി വന്നതല്ല. യുഗങ്ങളായി നിലനിൽക്കുന്ന നിയമമാണ്, വ്യവസ്ഥിതിയാണ് വഖഫ് കൊടുക്കുക എന്നുള്ള നിയമം. ഇതിന് ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ പോലും ഒരുപാട് വഖഫ് വസ്തുക്കളുണ്ടായിരുന്നു. ആ വസ്തുക്കളെ നിയമസാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1913 വഖഫ് സാധൂകരണ നിയമം പാസ്സായത്, വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്. അതിനെ തുടർന്ന് അങ്ങനെ വഖഫുകൾ തന്നെ യഥാവിധി മുന്നോട്ട് പോകുകയും 1954 ആദ്യമായി ഇന്ത്യയിൽ